നാരുകൾ തീരെയില്ലാത്ത പോളിഷ് ചെയ്ത അരിയോ മൈദയോ പോലുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ അവ ദഹന എൻസൈമുകളാൽ നിമിഷ നേരം കൊണ്ട് ഗ്ലൂക്കോസായി മാറ്റപ്പെടുന്നു. വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയിലേക്ക് പെട്ടെന്ന് ഒരു വലിയ ട്രക്ക് വന്ന് 1 ടൺ പഞ്ചസാര ഒന്നിച്ച് തള്ളിയാൽ എങ്ങനെയിരിക്കും? അതിന് തുല്യമാണിത്. ഭക്ഷണം കഴിച്ച് വെറും 30 മിനിറ്റിനുള്ളിൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നില 80-ൽ നിന്ന് 140-ലേക്കോ 180-ലേക്കോ ആയി കുതിച്ചുയരുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് വിളിക്കുന്നത്. രക്തത്തിൽ ഇങ്ങനെ ക്രമാതീതമായി ഗ്ലൂക്കോസ് കൂടുമ്പോൾ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഒരു അപായ സൈറൺ കേട്ടതുപോലെ ഉണർന്നു പ്രവർത്തിക്കുകയും വലിയ അളവിൽ ഇൻസുലിൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എത്രത്തോളം വലിയ സ്പൈക്കാണോ അത്രത്തോളം കൂടുതൽ ഇൻസുലിൻ പുറത്തു വരും. ഈ ഇൻസുലിന്റെ ജോലി വളരെ സിമ്പിൾ ആണ്. രക്തത്തിൽ കൂടിപ്പോയ ഈ പഞ്ചസാരയെ അവിടുന്ന് മാറ്റുക. ഇൻസുലിൻ കോശങ്ങളുടെ വാതിൽ തുറന്നു കൊടുത്ത് ഗ്ലൂക്കോസിനെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനായി കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടുന്നു. എന്നാൽ പെട്ടെന്ന് ഇത്ര ഗ്ലൂക്കോസ് വരുമ്പോൾ എല്ലാ കോശങ്ങൾക്കും അത് ഒരേ സമയം ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അധികമുള്ള ഗ്ലൂക്കോസിനെ ഇൻസുലിൻ നേരെ കരളിലേക്കും പേശികളിലേക്കും കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു എനർജി ഫ്രിഡ്ജ് പോലെയാണിത്. കരളിൽ ഏകദേശം 100 ഗ്രാമും പേശികളിൽ 500 ഗ്രാം വരെയും ഗ്ലൈക്കോജൻ സൂക്ഷിക്കാൻ കഴിയും. ഇനി ഇൻസുലിന്റെ മൂന്നാമത്തെ ജോലി രക്തത്തിൽ ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് ഉള്ളപ്പോൾ പുതിയതായി ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് കരളിനെ തടയുക എന്നതാണ്. ഗ്ലൈക്കോജൻ സൂക്ഷിക്കാനുള്ള കരളിലെയും പേശികളിലെയും ഈ ഫ്രിഡ്ജ് നിറഞ്ഞു കഴിഞ്ഞാൽ കരൾ അധികമുള്ള ഗ്ലൂക്കോസിനെ നേരെ കൊഴുപ്പാക്കി മാറ്റാൻ തുടങ്ങും. ഇതിനെ ശാസ്ത്രീയമായി ഡീനോവോ ലിപ്പോജെനിസിസ് എന്ന് വിളിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതായാലും അതിലെ പഞ്ചസാരയുടെ അളവ് സംഭരണശേഷിക്ക് അപ്പുറമാണെങ്കിൽ അത് നേരെ കൊഴുപ്പായി നമ്മുടെ വയറിന് ചുറ്റും മറ്റും അടിഞ്ഞുകൂടും. അതായത് ശരീരഭാരം കൂടാനുള്ള പ്രധാന കാരണം അമിതമായ കൊഴുപ്പ് കഴിക്കുന്നതല്ല, മറിച്ച് നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇൻസുലിൻ വലിയ അളവിൽ വന്ന് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്കും കൊഴുപ്പിലേക്കും മാറ്റി കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. ഇതിനെയാണ് ഗ്ലൂക്കോസ് ക്രാഷ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് തലച്ചോറിൽ മരവിപ്പും ക്ഷീണവുമെല്ലാം അനുഭവപ്പെടും. നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോഴോ രക്തത്തിൽ പഞ്ചസാര കുറയുമ്പോഴോ പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ഈ ഗ്ലൂക്കോഗോൺ നേരത്തെ കരളിലും മസിലുകളിലുമെല്ലാം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലേക്ക് വിടുന്നു. ഇങ്ങനെ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ചേർന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി തെർമോസ്റ്റാറ്റ് പോലെ പ്രവർത്തിക്കുന്നു. നമ്മളെപ്പോഴും ഇൻസുലിൻ സ്പൈക്കിനെ ഒരു വില്ലനായിട്ടാണല്ലോ കാണുന്നത്. എന്നാൽ കേട്ടിടത്തോളം നമ്മുടെ ശരീരം അതിന്റെ ജോലി വളരെ കൃത്യമായി എഫിഷ്യന്റായി ചെയ്യുന്നത് പോലെയല്ലേ തോന്നുന്നത്. അപ്പോൾ എവിടെയായിരിക്കും പ്രശ്നം തുടങ്ങുന്നത്? ഇത്രയും കാര്യക്ഷമമായ ഒരു സിസ്റ്റം എങ്ങനെയാണ് പിന്നീട് പലതരം രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ ദിവസവും 3 നേരം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് എപ്പോഴും ഉയർന്നു തന്നെയിരിക്കും. ഇതിന്റെ അളവ് കുറയ്ക്കാനായി ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ കുറെ കഴിയുമ്പോൾ കോശങ്ങൾ ഈ വിളി കേട്ട് മടുക്കും. അവർ ഇൻസുലിനെ അങ്ങ് അവഗണിക്കാൻ തുടങ്ങും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയാണ് നമ്മളെ ടൈപ്പ് 2 പ്രമേഹത്തിലേക്കും ഹൃദ്രോഗത്തിലേക്കും വിട്ടുമാറാത്ത ക്ഷീണത്തിലേക്കുമെല്ലാം നയിക്കുന്നത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഗ്ലൈക്കോജൻ ഉപയോഗിച്ച് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ഉണ്ടാക്കുമെന്ന് കണ്ടു. ഈ സംഭരണ ശേഷി തീരുമ്പോഴും ശരീരത്തിന് പുറമേ നിന്നും ഗ്ലൂക്കോസ് ഒന്നും ലഭിച്ചില്ലെങ്കിൽ അടുത്തതായി കൊഴുപ്പ് രൂപത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ശരീരം ഉപയോഗിക്കാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇനി ഈ ഗ്ലൂക്കോസ് സ്പൈക്കും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളുമെല്ലാം തടയാനുള്ള ഏക വഴി ഗ്ലൂക്കോസ് സ്പൈക്ക് ഇല്ലാത്ത ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്നേക്കുമായി ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഡോക്ടർ ഖാദിർവാലിയുടെ കണ്ടെത്തലുകൾ നമ്മുടെ മുന്നിലെത്തുന്നത്. അദ്ദേഹം ധാന്യങ്ങളെ അവയിലടങ്ങിയിരിക്കുന്ന ഫൈബറിന്റെ അഥവാ നാരുകളുടെ അളവനുസരിച്ച് 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമതായി നെഗറ്റീവ് ധാന്യങ്ങൾ. ഇതിൽ നാരുകൾ വെറും 2% താഴെ മാത്രമാണുള്ളത്. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പോളിഷ് ചെയ്ത അരിയും ഗോതമ്പും ഒക്കെ ഇതിൽ പെടും. ഇവ ദഹിക്കുമ്പോൾ ആസിഡ് ആകുകയും രക്തത്തിൽ അതിവേഗം ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ന്യൂട്രൽ ധാന്യങ്ങൾ. റാഗി, കമ്പ്, ചോളം പോലുള്ള. ഇതിൽ 3 മുതൽ 6% വരെ നാരുകളുണ്ട്. ഇവ ശരീരത്തിന് പെട്ടെന്നുള്ള സ്പൈക്കില്ലാതെ ഊർജം നൽകുമെങ്കിലും നിലവിലുള്ള അസുഖങ്ങൾ മാറ്റാൻ മാത്രം ശേഷിയുള്ളവയല്ല. മൂന്നാമതായി പോസിറ്റീവ് ധാന്യങ്ങൾ അഥവാ സിറുധാന്യങ്ങൾ. ഇതിനെയാണ് അദ്ദേഹം യഥാർത്ഥ പ്രതിവിധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയിൽ 8 മുതൽ 12% വരെ നാരുകളുണ്ട്.
രക്തത്തിലേക്ക് പഞ്ചസാരയെ വളരെ സാവധാനം, അതായത് 6 മുതൽ 8 മണിക്കൂർ കൊണ്ട് മാത്രമേ ഈ ധാന്യങ്ങൾ കടത്തിവിടുകയുള്ളൂ. ഈ ഗ്രാഫ് കാണുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടിക്കുന്ന വ്യത്യാസം ശരിക്കും മനസ്സിലാകുന്നത്. കാർബോഹൈഡ്രേറ്റും ഫൈബറും തമ്മിലുള്ള അനുപാതം പോളിഷ് ചെയ്ത അരിയിലേത് 390 കൂടുതലാണ്. 390 ഭാഗം കാർബോഹൈഡ്രേറ്റിന് വെറും 1 ഭാഗം ഫൈബർ മാത്രം. പോസിറ്റീവ് ധാന്യങ്ങളിൽ ഇവയുടെ റേഷ്യോ വെറും 10ൽ താഴെ മാത്രമാണ്. നെഗറ്റീവ് ധാന്യങ്ങൾ ഒരു എക്സ്പ്രസ് ട്രെയിൻ പോലെ ഒരുപാട് പഞ്ചസാര പെട്ടെന്ന് രക്തത്തിലേക്ക് എത്തിക്കുമ്പോൾ, പോസിറ്റീവ് ധാന്യങ്ങൾ ഒരു ലോക്കൽ ട്രെയിൻ പോലെ വളരെ പതുക്കെ മാത്രമാണ് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. സിരിധാന്യങ്ങളിലെ നാരുകൾ കാർബോഹൈഡ്രേറ്റിന് ചുറ്റും ഒരു സങ്കീർണമായ വലയം അഥവാ മാട്രിക്സ് തീർത്തിട്ടുണ്ട്. നമ്മുടെ ദഹന എൻസൈമുകൾക്ക് ഈ നാരുകളുടെ വലയം ഭേദിച്ച് ഉള്ളിലുള്ള അന്നജത്തെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ 6 മുതൽ 8 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്നില്ല. ഈ ധാന്യങ്ങളിൽ നിന്നുള്ള ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടക്കുന്നത് വളരെ പതുക്കെയായതിനാൽ ഇത് പാൻക്രിയാസിന് വിശ്രമം നൽകുകയും ശരീരം സ്വയം സുഖപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഡോക്ടർ ഗാദർവാലിയുടെ പ്രോട്ടോകോളിൽ പറയുന്ന 5 സൂപ്പർ ഹീറോ ധാന്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് ഫോക്സ്ടെയിൽ മില്ലറ്റ് അഥവാ തിന. നാഡീരോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായാണ് ഇതിനെ കണക്കാക്കുന്നത്. തിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിലടങ്ങിയിരിക്കുന്ന പ്രത്യേകതരം ബി കോംപ്ലക്സ് വൈറ്റമിനുകളും മൈക്രോ ന്യൂട്രിയൻസുകളുമാണ്. നമ്മുടെ ശരീരത്തിലെ നാഡീചരമ്പുകളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു കവചമുണ്ട്. അതിനെ മൈലിൻ ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ കവചത്തിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് പല നാഡീരോഗങ്ങളും ഉണ്ടാകുന്നത്. തിനയിലെ പോഷകങ്ങൾ ഈ കവചം സംരക്ഷിക്കാനും നാടുകളിലൂടെയുള്ള സിഗ്നലുകൾ സുഗമമാക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അപസ്മാരം, പാർക്കിൻസൺസ് പോലെയുള്ള ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ അലർജികൾക്കും ഇതൊരു മികച്ച ആഹാരമായി മാറും. ഇനി രണ്ടാമത്തേത് കോഡോ മില്ലറ്റ് അഥവാ കൂവരക്. കൂവരകിനെ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു ഡീടോക്സ് രാജാവായാണ് കണക്കാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിരന്തരം പല രാസമാറ്റങ്ങളും നടക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഫലമായി ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകൾ ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കാറുണ്ട്. കൂവരകിൽ മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് ആന്റി ഓക്സിഡന്റുകളും പോളിഫിനലുകളും വളരെ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഇവ രക്തത്തിലെ ഇത്തരം വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്നു. അതായത് നമ്മുടെ കിഡ്നിയിലേക്കും കരളിലേക്കും എത്തുന്നതിന് മുമ്പ് തന്നെ രക്തം ശുദ്ധീകരിച്ച് അവയുടെ ഫിൽട്രേഷൻ പണി ഇത് വളരെ എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി പോലെയുള്ള വൈറൽ പനികൾക്ക് ശേഷമുള്ള റിക്കവറികൾക്കും വിളർച്ച മാറ്റാനുമെല്ലാം ഇത് സഹായിക്കും. ഇനി മൂന്നാമത്തേത് ലിറ്റിൽ മില്ലറ്റ് അതായത് ചാമ. ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണല്ലോ ഹോർമോൺ വ്യതിയാനങ്ങൾ, PCOD, തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ. ഇവിടെയാണ് ലിറ്റിൽ മില്ലറ്റിന്റെ പ്രസക്തി. ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നതിൽ ഇതൊരു മാസ്റ്ററാണ്. ചാമയിൽ ലിഗ്നാനുകൾ എന്ന് വിളിക്കുന്ന ഒരുതരം ഫൈറ്റോ ന്യൂട്രിയൻസുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചാമ കഴിക്കുമ്പോൾ നമ്മുടെ കുടലിലെ ഗട്ട് മൈക്രോബ്സ് അതായത് നല്ല ബാക്ടീരിയകൾ ഈ ലിഗ്നാനുകളെ വിഘടിപ്പിച്ച് മമ്മേലിയൻ ലിഗ്നാനുകളാക്കി മാറ്റുന്നു. ഇവയാണ് പിന്നീട് ശരീരത്തിലെ ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോണുകളുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ PCOD, വന്ധ്യത തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മികച്ചൊരു പ്രതിരോധ പരിഹാരമാണ്. ഇനി നാലാമത്തേത് ബാനിയാഡ് മില്ലറ്റ് അതായത് കുതിരവാലി. ഈ 5 ധാന്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇതിനാണ്. അതായത് 41 മുതൽ 55% വരെ മാത്രം. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് കലരുന്ന വേഗതയെ കാണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോക്കൽ ട്രെയിനുകളിൽ വെച്ച് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ട്രെയിനാണ് കുതിരവാലി. ഇത് കരൾ, കിഡ്നി പോലുള്ള മൃദുകോശങ്ങളെ അമിതമായ ഗ്ലൂക്കോസ് സ്പൈക്കിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കടുത്ത പ്രമേഹമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് വളരെ പെട്ടെന്ന് ഫലം നൽകുന്നു. ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായ ധാന്യം റൗണ്ട് ടോപ്പ് മില്ലറ്റ്. ഇതിനെ ദഹന പ്രക്രിയയുടെ മാസ്റ്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ വെള്ളത്തിൽ ലയിക്കാത്ത നാരുകൾ വളരെ കൂടുതലാണ് എന്നതിനാൽ നമ്മുടെ കുടലിൽ ഒരു ചൂല് പോലെ ഇത് പ്രവർത്തിക്കുന്നു. വെള്ളത്തിൽ അലിയാത്തത് കൊണ്ട് തന്നെ അവ കുടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കുടലിന്റെ ഭിത്തികളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെയും കൊഴുപ്പിനെയും ഉരച്ചു മാറ്റി ഇത് പുറന്തള്ളുന്നു. അങ്ങനെ ദഹന വ്യവസ്ഥ പൂർണ്ണമായും ശുദ്ധമാകുമ്പോൾ സ്വാഭാവികമായും കോൺസ്റ്റിപ്പേഷനും പൊണ്ണത്തടിയും രക്തസമ്മർദ്ദവും എല്ലാം ഇല്ലാതാകും. പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യപ്പെടും. അങ്ങനെ ഈ 5 ധാന്യങ്ങളും കൂടി ശരീരത്തെ ഒരു സമ്പൂർണ്ണ റീബൂട്ടിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. മില്ലറ്റുകളെ കുറിച്ച് ശരിയായ ധാരണയില്ലാതെ അവ വാങ്ങി ദിവസവും കഴിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ കടുത്ത ഗ്യാസ് ട്രബിളും മലബന്ധവുമാണെന്ന് പറഞ്ഞ് ആൾക്കാർ അതിനെ പൂർണ്ണമായും നിർത്തിക്കളയാറുണ്ട്. മില്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ചില കർശനമായ നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. ഈ സിരിധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവയുടെ ക്രമമായ ഉപയോഗം അഥവാ റൊട്ടേഷൻ. പലരും ചിന്തിക്കുന്നത് തനിക്ക് പ്രമേഹമാണെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ധാന്യം മാത്രം കഴിച്ചാൽ പോരെ എന്നാണ്. എന്നാൽ ഡോക്ടർ ഖാദർവാലിയുടെ പ്രോട്ടോകോൾ പ്രകാരം ഒരു പ്രത്യേക അസുഖത്തിന് പ്രത്യേക ധാന്യം മാത്രം കഴിക്കുന്ന രീതി ശരിയല്ല.
വ്യത്യസ്ത അസുഖങ്ങൾക്ക് ഈ ധാന്യങ്ങളുടെ റൊട്ടേഷനും വ്യത്യാസമാണ്. എന്നാൽ സാധാരണ രീതിയിൽ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിന് ഒരു ധാന്യം തന്നെ തുടർച്ചയായ 2 ദിവസം ഉപയോഗിക്കാം. ഇനി നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് മില്ലറ്റുകൾ കുതിർക്കാതെ പാകം ചെയ്യുക എന്നത്. സിരിധാന്യങ്ങളിലെ നാരുകൾ അന്നജത്തിന് ചുറ്റും വളരെ കട്ടിയുള്ള വലയം തീർത്തിരിക്കുകയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ നാരുകൾ മൃദുവാകണമെങ്കിൽ കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ഇവ വെള്ളത്തിൽ കുതിർക്കും. കുതിർക്കാതെ ഇവ വയറ്റിൽ ചെന്നാൽ അവ സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുകയും ദഹിക്കാൻ വേണ്ടി കുടലിലെ ജലം മുഴുവൻ വലിച്ചെടുക്കുകയും ചെയ്യും. ഇത് കടുത്ത മലബന്ധത്തിനും ഗ്യാസിനും കാരണമാവുകയും ചെയ്യും. ഇവ നന്നായി കഴുകിയ ശേഷം മാത്രം കുതിർക്കാൻ വെക്കൂ. കുതിർത്ത വെള്ളത്തിൽ തന്നെ പാകം ചെയ്യണം. കാരണം കുതിർക്കുമ്പോൾ ഒരുപാട് പോഷകങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി ആളുകൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് പോളിഷ് ചെയ്ത മില്ലറ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. പോളിഷ് ചെയ്ത മില്ലറ്റുകൾ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്ന ധാന്യങ്ങൾക്ക് തുല്യമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൾട്ടിഗ്രെയിൻ ഉപയോഗിക്കുന്നതിലാണ്. പലരും ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഓരോ ധാന്യവും ദഹിക്കാൻ ഓരോ സമയമാണ് എടുക്കുന്നത്. അവ കൂട്ടിക്കലർത്തുമ്പോൾ ദഹന പ്രക്രിയ ആകെ തകരാറിലാവും. കൂടാതെ ശരീരത്തിന് ഒരു പ്രത്യേക ധാന്യത്തിലെ മൈക്രോ ന്യൂട്രിയന്റുകളുമായി പൊരുത്തപ്പെടാനും അവ പൂർണ്ണമായി ആഗിരണം ചെയ്യാനും സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം ഒരേ ധാന്യം കഴിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് വിവിധ ധാന്യങ്ങൾ കഴിച്ചാൽ നമുക്ക് യാതൊരു ഗുണവും കിട്ടില്ല. ഒരേ ദിവസം വ്യത്യസ്ത ധാന്യങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ധാന്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അമ്പലി എന്നത്. ഈ ധാന്യങ്ങൾ കുതിർത്തതിനു ശേഷം മൺചട്ടിയിൽ വേവിച്ച് കഞ്ഞി ഉണ്ടാക്കുക. അത് തണുത്തതിനു ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടി 6 മുതൽ 8 മണിക്കൂർ വരെ പുളിപ്പിക്കാൻ വെക്കണം. നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞി കുടിക്കുന്നത് പോലെയാണിത്. പുളിക്കുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നു. അതൊരു സ്വാഭാവിക പ്രോബയോട്ടിക് ആയി മാറുകയാണ്. ഇത് കുടിക്കുമ്പോൾ നമ്മുടെ കുടലിലെ മൈക്രോബയോം വലിയ തോതിൽ പുനരുജ്ജീവിക്കപ്പെടും. കുടലിന്റെ ആരോഗ്യം നന്നായാൽ അത് പ്രതിരോധ ശേഷിയെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും വരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഭേദമാക്കാൻ ഡോക്ടർ വാലി പ്രധാനമായും നിർദ്ദേശിക്കുന്നത് ഈ അമ്പലി കുടിക്കാനാണ്. ഈ ഡയറ്റിലേക്ക് മാറുമ്പോൾ പഞ്ചസാര, പാൽപ്പൊടി, റിഫൈൻഡ് ഓയിലുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നിരന്തരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് പാൻക്രിയാസിനെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്ന കാർബോഹൈഡ്രേറ്റ് സ്പൈക്കുകൾ ഇല്ലാതാകുമ്പോൾ ശരീരം സ്വാഭാവികമായും അതിന്റെ കേടുപാടുകൾ തീർക്കാൻ തുടങ്ങും. അതായത് കോശങ്ങൾ വീണ്ടും ഇൻസുലിൻ എന്ന താക്കോലിനോട് പ്രതികരിക്കാൻ തുടങ്ങും. നമ്മൾ ഇതുവരെ ഈ പോസിറ്റീവ് ധാന്യങ്ങളുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇവയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നെല്ലും ഗോതമ്പും കൃഷി ചെയ്യാൻ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. എന്നാൽ ഈ ചെറുധാന്യങ്ങൾ വളരാൻ വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. രാസവളങ്ങളോ കീടനാശിനികളോ ആവശ്യമില്ല. മാത്രമല്ല വരൾച്ചയോ എന്ത് മോശം കാലാവസ്ഥാ വ്യതിയാനങ്ങളെയോ അതിജീവിക്കാൻ കെൽപ്പുള്ളതുമാണിവ. അവസാനമായി ഒരു ചോദ്യം. ഇന്നത്തെ ആധുനിക ഭക്ഷണ രീതികളിലൂടെ നമ്മൾ ശരിക്കും ആരോഗ്യത്തിലേക്ക് പുരോഗമിക്കുകയാണോ അതോ നമ്മുടെ സ്വന്തം മനുഷ്യ പരിണാമത്തോട് തന്നെ നമ്മൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്? ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരം വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.